ഈശ്വര ഭഗവാനെ, 18-നും 40-നും ഇടയുള്ള സ്ത്രീകൾ മാത്രം ഓട്ടോ വിളിക്കാൻ വരണേ. നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ എന്റെ കെട്ടിയോന് വെറുതെ ജോലി ഉണ്ടാക്കി വെക്കല്ലേ പി. അയാളുടെ ഒരു കൈക്കില്ല നീ കേട്ടാ. അപ്പം തിന്നാ പോരെ, കുഴി എന്നോ. Doing just fine before I met you. I drink too much and that's an issue, but I'm okay. Welcome to yet another brand new episode of Eastern Kattrumba Kurthakeda Unlimited, co-powered by Sumix Kidswear. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്കൊപ്പം രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോർജിയസ് ആയിട്ടുള്ള ജഡ്ജസ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും സൺഡേ ഹോളിഡേ എന്ന മൂവിയുടെ പ്രൊമോഷൻ അനുബന്ധിച്ച് വന്നവരാണ്. അതിൽ ഒരാൾക്ക് ഇന്ന് നമ്മളുടെ ഒപ്പം ഉണ്ടാവാൻ പറ്റില്ല. ഷീ ഹാഡ് ടു ഗോ. അപർണ ബാലമുരളി, ഷീ ഈസ് നോട്ട് ഹിയർ എനിമോർ. ബട്ട് ഇനി നമ്മുടെ കൂടെ ബാക്കി ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. That is Shruti Ramachandran. So I want to invite Shruti onto the show. I'm playing on you tonight, hunt you down, eat you alive, just like animals, animals like animals, moles. And maybe you think that you can hide, I can smell yourself for miles, just like animals, animals like animals, moles. Baby I'm so what you trying to do to me? It's like we can't stop, we're enemies. So it's okay. ഇത് കുട്ടി ഭരതനാട്യത്തിന്റെ ആളാന്ന് ഞാൻ മറന്നുപോയി. എനിക്ക് ബ്രേക്ക് ഡാൻസ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ എന്തായാലും അപർണ ഇല്ലാത്തതിന്റെ സങ്കടം നമുക്കുണ്ട്. ബട്ട് അപർണയ്ക്ക് പ്രൊമോഷന് പോകേണ്ടി വന്നു ആൻഡ് ഷീ ഈസ് ബിസി. ഞാൻ പാട്ട് പാടണോ? യു ഹാവ് ടു സിംഗ്. കെൻ യു സിംഗ് പ്ലീസ്? ബിക്കോസ് അപർണയാണ് നേരത്തെ പാട്ട് പാടിക്കൊണ്ടേ ഇരുന്നത്. അപ്പൊ ഐ വോണ്ട് ജസ്റ്റ് സീ. ഇപ്പം ശ്രുതിക്ക് പാടാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. ഈ ഒരു മുഖമുള്ള ഒരാൾക്ക് പാടാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. പാടി ശ്രമിച്ചിട്ടേ ഇല്ല? ശ്രമിച്ചിട്ടുണ്ട്, തല്ലും കിട്ടി. തല്ലോ? ചുമ്മാ ഷീസ് മേക്കിംഗ് അപ്പ് സ്റ്റോറീസ്. ആരെങ്കിലും പാട്ട് പാടിയെ അടിക്കും ആരെങ്കിലും? ഐ ഡോണ്ട് തിങ്ക് എന്നെ. എന്നാലും ടെൽ മീ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ബീയിങ് ഓൺ അവർ ഷോ? അയ്യോ, ഐ ലവ് ദിസ് ഷോ. ഇറ്റ്സ് എന്താ പറയാ, വെരി ഡിഫറെന്റ് റിയാലിറ്റി ഷോ. ബിക്കോസ് യു ഗൈസ് കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ ഈ കുട്ടികളുടെ ടാലൻസ് മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ, വിച്ച് ഇസ് ഗ്രേറ്റ്. ഇറ്റ്സ് നോട്ട് കമ്പറ്റീറ്റീവ്. അധികം മാർക്സ് ഒക്കെ കൊടുത്തിട്ട് വഷളാക്കുന്നില്ല. ഇല്ല. ആൻഡ് എലിമിനേഷൻ ഇല്ല. There is no competition actually. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്താൽ ബാക്കി എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. So if there was a competition, ചിലപ്പോൾ അവർ അങ്ങനെ ചെയ്തില്ലായിരിക്കാം. So everybody helps each other. Very very positive. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. So I welcome you once again onto our stage. And Sunday Holiday, ഈ മൂവിനെ കുറിച്ച് ഐ വാണ്ട് ടു ആസ്ക് യു അബൌട്ട് ദി സോങ്സ്. ദി മ്യൂസിക് ആരാണ് ചെയ്തിരിക്കുന്നത്? ദീപക് ദേവ് സാർ ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഐ ബീൻ വെരി വെരി ലക്കി ടു ബി പാർട്ട് ഓഫ് വൺ സോങ്, ഒരു നോക്ക്. ആൻഡ് ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സോങ്. ആൻഡ് ഐ റിയലി തിങ്ക് യു ഗൈസ് ഷുഡ് വാച്ച് ദ മൂവി ഫോർ one for the music, one for the great direction, great story. But the music is definitely a plus. So what is your character like? ഈ മൂവിയില് ശ്രുതിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? സിത്താരയാണെന്ന് പറഞ്ഞു. എന്റെ ക്യാരക്ടറിന്റെ പേര് സിത്താര എന്നാണ്. ഓക്കെ. അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് സസ്പെൻസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. താങ്ക് യു. മലയാളം സിനിമ എന്ന് പറയുമ്പോൾ ഈ കോമഡി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഫീമെയിൽ ആക്ട്രസസ് വളരെ ചുരുക്കം പേരാണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹു ഇസ് വൺ ഓഫ് യുവർ ഫേവറേറ്റ്? കൽപ്പന ചേച്ചി, ഉർവശി ചേച്ചി. അപ്പൊ കൽപ്പന ചേച്ചിയുടെ ഒരു സീനാണ് നമ്മൾ അടുത്തത് വരുന്നത്. ഐ നോ വി ഓൾ മിസ് ഹർ സോ മച്ച് നൗ, ബട്ട് ഷീ ഹാസ് ലെഫ്റ്റ് ബിഹൈൻഡ് എല്ലാവർക്കും. ഐ തിങ്ക് ഷീ വിൽ ഓൾവേസ് ലിവ് ഇൻ അവർ ഹാർട്ട്സ് ആൻഡ് ത്രൂ ദ മൂവീസ് ദാറ്റ് ഷീ ഈസ് ഡൺ. അപ്പം ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു ഡബ് സ്മാഷും വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ഡബ് സ്മാഷ് ആണ് വാദ്യാർ എന്ന് പറയുന്ന ഒരു സിനിമയില്. So let's watch that and enjoy it. This is Eastern Kattrumba Kurthakeda Unlimited, co-powered by Sumix Kidswear. ഈശ്വര ഭഗവാനെ, 18-നും 40-നും ഇടയുള്ള സ്ത്രീകൾ മാത്രം ഓട്ടോ വിളിക്കാൻ വരണേ. ഒരു കാര്യവുമില്ലാതെ അവർക്ക് എന്നോട് ഇഷ്ടം തോന്നണേ. മൊബൈൽ നമ്പർ തരുമാറാകണേ. ഈ സ്കൂൾ ഒരു ഹൈസ്കൂൾ ആക്കി തരണേ. അതും
ഒരു ഗേൾസ് ഹൈസ്കൂൾ. ഏ ആട്ടോ, ഈശ്വര, ഇത്ര പെട്ടെന്ന് എന്റെ പ്രാർത്ഥന കേട്ടോ. അവിടെയും കമ്പ്യൂട്ടർ ആണല്ലേ. ദേ ഇങ്ങോട്ട്. ഇതാരി എന്തരുടെ നിന്റെ അണ്ണാക്കി കൊഴിക്കട്ടെ. മിടിച്ചിരിക്കാതെ വണ്ടി അടപ്പി. കേറേച്ചി. കേറാതെ പിന്നെ എടുത്തിരുത്താൻ നിന്റെ കൂടി പറഞ്ഞില്ലല്ലോ. പോട്ട് വിട. അങ്ങനെയൊന്നും ഞാൻ വിടില്ല. തങ്കപുഷ്പക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ പുതിയതാ? അല്ല, സെക്കൻഡ് ഹാൻഡ്. നീ നേരെ നോക്കി വണ്ടി ഓടിയിരപ്പി. അല്ല, ഇവിടെ പുതിയതാണെന്നാ ചോദിച്ചത്. നേരത്തൊന്നും കണ്ടുപരിചയില്ലേ? നമ്മളെ സ്ഥലം ഒന്ന് തിരുവനന്തപുരം. ഓഹോ. എന്റെ ആളിന് ജോലി ഇവിടെ സ്ഥലം മാറി വന്നേക്കാണ്. വില്ലേജ് ആപ്പീസി. ഇനി എന്തരാണ് അപ്പി നിനക്ക് അറിയേണ്ടത്? വണ്ടി നീ അരികുഴി പാപ്പ തന്നെ സ്കൂളിലോട്ട് വിട്. ഈ സംസാരം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. തള്ളേ കലിപ്പ് തീരണില്ലല്ലേ? ബെല്ലാരി രാജയുടെ അനിയത്തിയാണെന്ന് തോന്നുന്നു. ഒന്ന് മുട്ടി നോക്കാം. അണ്ണൻ എവിടെ ജോലി എന്ന് പറഞ്ഞത്? ഇവിടുത്തെ വില്ലേജ് ആപ്പീസി. ആപ്പീസ് പറഞ്ഞ് ഗൾഫിൽ എങ്ങാനും വിട്ടൂടെ? ഈ നാട്ടിലെ ജോലിയും കൊണ്ട് ഇപ്പൊ എന്താവാനാ ചേച്ചി? എന്റെ കെട്ടിയോന് വെറുതെ ജോലി ഉണ്ടാക്കി വെക്കല്ലേ അപ്പി. അയാടെ ഒരു കൈക്കില്ല നീ കേട്ടാ. നേരെ ചൊവ്വെ നോക്കി ഓടി. പ്രിൻസിപ്പൽ മാഡം അവിടെ കാണുവണ്ണാ. മുമ്പ് വന്നപ്പോഴും കാണാൻ പറ്റിയില്ല. മിണ്ടിക്കൂടല്ലേ, ഞാൻ അറിഞ്ഞില്ല. ഒന്ന് തോന്നല്ലേ അണ്ണാ. അയ്യോ അണ്ണാ, 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 അണ്ണന്റെ വീട് എവിടെ അണ്ണാ? നമ്മള് തിരുവനന്തപുരത്തുകാരാണ്. ഭർത്താവിന് ഇവിടെ വില്ലേജ് ഓഫീസിലാണ് ജോലി. ഓ, ഇവിടെയും മിണ്ടിക്കൂടി. ഇതിലും വലിയ വലിയ പള്ളിക്കൂടങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ ഉണ്ട് കേട്ടാ. അയ്യോ അണ്ണാ, ഇനി മിണ്ടൂല. അമ്മച്ചിയാണോ മിണ്ടൂലേ? Okay, Mr. Raju. I'll manage that. Anyhow, you do one thing. Please call me next week. Okay? Okay then. പുലിവാലായല്ലോ. Yes, come. യെസ്. Yes? യെസ്. Yes. യെസ്. Come on. What can I do for you? മൈ മോൾ ഇവിടെ സ്റ്റഡി. Which standard? 5C ക്ലാസ് ആണ്. Okay. 5C. Any problem? പ്രായം ഈ വാട്ടർ. Water is not a problem here. See, there are 2 tanks in the compound here, and we supply mineral water for the children now at canteen. അയ്യോ അയ്യോ, നോട്ട് എ വാട്ടർ. Then, ബോട്ടിൽ ബോട്ടിൽ ബോട്ടിൽ. why do you bring bottles to the school? The students can buy water from the canteen. Sometimes you know these bottles might break. എന്റെ അറ്റുവലമ്മച്ചി, ഞാൻ പറയുന്നൊന്നും ഇംഗ്ലീഷ് പിശാചിന് മനസ്സിലാവുന്നില്ലല്ലോ. Anything else? മാഡം, മൈ മോൾ ടിഫിൻ ബോക്സ് ലൂസ്. Why do you send such loose tiffin boxes? It will spoil her bag and books. എവളൊരു നടക്കി പോണ ലക്ഷണം ഇല്ലല്ലോ. See, wasting time is over. I have a meeting to attend to. Anything more? യെസ്. What? നിന്റെ അമ്മായി അമ്മ പെറ്റു. കൊച്ചിന് പേരിട്ടു ടിന്റുമോൻ. പോരെ? എന്താ പറഞ്ഞേ? അപ്പൊ തള്ളക്ക് വിളിച്ച മലയാളം പറയാൻ അറിയാല്ലേ? എന്റെ കൊച്ചു ദിവസവും ക്ലാസ്സിൽ കൊണ്ടുവരണ ചോറ്റ് പാത്രവും വെള്ളം കൊണ്ടുവരണ കുപ്പിയും കൊണ്ട് കളയണമെന്ന്. അത് അവിടെ ക്ലാസ് ടീച്ചറിനോടൊന്ന് പറഞ്ഞാ മതി കേട്ടാ. ഇവിടെ കുഞ്ഞമ്മയുടെ ഒരു ഇംഗ്ലീഷ്. കെട്ടിടം പണിക്ക് കാശ് ചോദിക്കുമ്പോഴും ഫീസിന്റെ കാര്യം പറയുമ്പോഴും മലയാളം. മീറ്റിംഗ് കൂടുമ്പോഴും കംപ്ലൈന്റ് പറയാൻ വരുമ്പോഴും അവിടെ അടുക്കത്ത ഒരു ഇംഗ്ലീഷ്. സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. ഞാൻ അഭിമാനിക്കുന്നു നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട്. എനിക്ക് വിശ്വസിക്കാൻ വയ്യ, ഇത്രയും നന്നായിട്ട് എങ്ങനെ ചെയ്തു. ഇത് എത്ര നന്നായിട്ട് ചെയ്തു അല്ലേ? സൂപ്പറായിട്ട് ചെയ്തു വിസ്മയ. ഒരു രക്ഷയില്ലായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ചെറിയ റോളാണെങ്കിലും ചെറിയൊരു കോൾഡ് ഉണ്ട് നമ്മുടെ കുഞ്ഞു ശ്രീഹരിക്ക്. ചുമയാണോ? എന്താ വന്നത്? ചുമയും പിന്നെ പനി, ജലദോഷം ഉണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയാലോ? വീട്ടിൽ പോകുന്നില്ല. അതാണ് ഷൂട്ട്. അപ്പൊ ഏതാ ഇഷ്ടം? വീട്ടിൽ പോകുന്നതാണോ ഇഷ്ടം? കട്ട്റൂമിൽ ഇവിടെ ജോളി ആയിട്ടിരിക്കാനാണോ ഇഷ്ടം? കട്ട്റൂമിൽ പോവാൻ. ആണോ? ഇവനൊരു കഴിവുണ്ട്. അതായത് ഒരാളെ കണ്ടാല് അപ്പൊ അയാളിനെ കുറച്ചൊരു പാട്ട് അവന്റെ മനസ്സിൽ, അവന്റെ ഒരു മെമ്മറിയിൽ ഫുൾ പാട്ടുകളാണ്. അപ്പൊ കറക്റ്റ് ആള് തപ്പി പിടിച്ച ആ ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു പാട്ട് അവൻ ആ മെമ്മറിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അവൻ ഇപ്പൊ പാടും. അപ്പൊ ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ്. ചിന്തിക്കട്ടെ.
മിന്നാമിന്നിക്കും കാലം വന്നല്ല നീലാകാശ മായാ നക്ഷത്ര കാവി നിന്നാവേടാ Hey. എമ്മച്ചനെ തമ്പടിക്കണ തകിലടിക്കണതേ അടിവാസത്തിയാസതപ്പയ്യോക്കമിട്ടിട്. ശ്രുതി, ഹാവ് യു സീൻ ലോട്ട് ഓഫ് മലയാളം മൂവീസ് ഇൻ ദ പാസ്റ്റ്? ഭയങ്കര കോമഡി സിനിമകൾ, പഴയ സിനിമകൾ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു സിനിമയാണ് ബോയിങ് ബോയിങ്. ഈ സിനിമയെ കുറിച്ച് ലൈക്ക് ഹാവ് യു വാച്ച് ദിസ് മൂവി? യെസ്. ആൻഡ് ഡു യു ലൈക്ക് ദിസ് മൂവി? ഓഫ് കോഴ്സ് യു ലൈക്ക് ഇറ്റ്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ സിനിമകളൊക്കെ ശരിക്കും ഇപ്പൊ വരുന്നില്ല. ആ ഒരു കെമിസ്ട്രി അല്ലേ, നമ്മുടെ ആ ഒരു കോമ്പിനേഷനും അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ്, അങ്ങനത്തെ ഒരു മേക്ക് ഒക്കെ ശരിക്കും വി ആർ മിസ്സിംഗ് ഇറ്റ് ദീസ് ഡേയ്സ്. ഐ ഹോപ്പ് ആ ഒരു റീക്രിയേഷൻ ഇനി ഉണ്ടാവും, ആ ഒരു ഫീല് അറ്റ്ലീസ്റ്റ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് എൻ എവർഗ്രീൻ മൂവി. ഇതിലൊരു സീനുണ്ട്, ഇവര് വാടകയ്ക്ക് അച്ഛനെ വിളിക്കുന്ന ഒരു സീനുണ്ട്, എന്നിട്ട് എല്ലാ അച്ഛന്മാരും കൂടി ഒരുമിച്ച് വന്നിട്ട് പണി കിട്ടുന്ന ഒരു സീൻ. സോ അതാണ് ഇനി ഡബ് സ്മാഷിൽ വരാൻ പോകുന്നത്. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ. ഇനി ഡബ് സ്മാഷ് ആണ് ഫ്രം ദ മൂവി ബോയിങ് ബോയ്. നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഏക്കൻ പറയുന്ന പറച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ച അത്ര ഇൻഫ്ലുവൻസ് എനിക്ക് ഈ സ്ഥലത്തിൽ നിന്ന് ഇപ്പോഴേ മനസ്സിലായത്. ഞാൻ എന്ത് ചേട്ടാ, ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ച് കയറാം. ഏതായാലും ഞാൻ പറഞ്ഞതിന് ഏതെങ്കിലും ഒരുത്തം വരാതിരിക്കില്ല, അത്ര സിമ്പതിലെ ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ 50 രൂപ അല്ല 100 രൂപ കിട്ടുന്ന കാര്യം കണ്ട് ആരെങ്കിലും വരാതിരിക്കും? നിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിരുന്ന തന്ത പോയിട്ടൊരു മൊന്ത പോലും വരില്ല, പെണ്ണുകൊണ്ടിന്റെ പാട്ടിന് പോകും. ഞാൻ എന്ത് ചെയ്യണം ഓളസേ? ധൈര്യമായിട്ട് തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് തന്തയില്ലെന്ന് പറഞ്ഞ നാണക്കേട്. നല്ല അന്തസ്സുള്ള ഒരു തന്തെ ഞാൻ കൊണ്ടുവരും. ആരാ? അപ്പം തിന്നാ പോരെ, കുഴി എന്നോ? പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇവന്റെ ഒരു തന്ത എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും 29 വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല. 29 വയസ്സും 29 ദിവസവും കഴിഞ്ഞ് 29 മണിക്കൂറും 29 മിനിറ്റും 29 സെക്കൻഡും ആവുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് താലി കയറും. അതിന് എത്ര നാളുണ്ട്? കഷ്ടിച്ച് 1.5 വർഷം വരും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താം. ശരി, ഞാൻ വരട്ടെ. രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോകാന്ന് വെച്ചു. ഡോൺ വറി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും, ഇല്ലെങ്കിൽ ഞാൻ നടത്തും. കപക്ഷ മോനെ, മക്കളെ, ഞാൻ താമസിച്ചു പോയാടാ. അച്ഛൻ അയ്യോ, അച്ഛൻ താമസിച്ച എവിടേക്ക് നോക്കി അച്ഛനെ. അയ്യോ, വലുതെന്നോടെ ഞാൻ കാരണം ഒരു ജീവിതം തകരരുത്. താങ്കളാണ് എല്ലാം തകരാൻ പോകും. അയ്യോ മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി? നിന്റെ കല്യാണം ഇപ്പൊ നടത്തണം. എന്റെ മകനെ കയറി മകനെ എന്ന് വിളിക്കാൻ നീ എവിടെ? എന്റെ അച്ഛനെ തല്ലരുത്, അദ്ദേഹം അല്പം മദ്യപിച്ചു എന്ന് കരുതി. സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മദ്യത്തന്തെ. അച്ഛൻ ചാകരുത്. പ്ലീസ് പ്ലീസ് കൂൾ ഡൗൺ ഡാഡി, യുവർ ഹാർട്ട് ബീറ്റ്. എന്റെ മോനെവിടെ? മോനെ, മരുമോളെവിടെ? അയ്യോ, ഭ്രാന്തോ? എന്റെ തന്തയ്ക്കാണോ ഭ്രാന്ത്? മര്യാദക്ക് നീ പറഞ്ഞു. പരസ്പര വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. രൂപ പരസ്പര വിരുദ്ധമില്ല. ഇന്നലെ വൈകുന്നേരം ഇവൻ എന്റെ കടയാണെന്ന് പറഞ്ഞു. ഒരു വേഗം മകനെ ഞാൻ അച്ചോ നിങ്ങളുടെ അനുഗ്രഹിക്കച്ചോ. അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണ് നിന്റെ അച്ഛനായി ഞാൻ വന്നത്. എന്റെ മാത്രം അച്ഛനല്ല അച്ചോ, ഈ ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ചോ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചോ, ഈ കൊച്ചിനെ അനുഗ്രഹിക്കച്ചോ. അച്ചോ 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 അച്ചോ, പള്ളിയിലെ മണി കത്തി വെച്ചോ. അച്ഛാ, മണി വാച്ചോ. എടാ, എപ്പോഴാ കല്യാണം? കല്യാണോ ഒന്നെങ്കിൽ എപ്പോഴാൻ തിരുമണോ? എടാ, എപ്പോഴാ കല്യാണം? എടാന്നോ? ഒരാൾക്ക് തിരുമണം, ഒരാൾ എടാന്ന്, പിന്നെ മകനെ എടാന്ന് വിളിച്ചൂടെ? എൻ മകൻ അസംബന്ധം പറയരുത്. In these days of degenerating decencies, when diplomacy and duplicity fails, and this human governs, when India Mother India. Elena, take away daddy to his room. He's in a very critical position. Take him. Relax, daddy.
നടന്ന സ്കിറ്റ് എന്താണ് സംഭവിച്ചത്? ഫുൾ chaos. പക്ഷെ ആ സീനും അങ്ങനെയാണ്. എല്ലാരും വരുന്നു, ഫുൾ കൺഫ്യൂഷൻ. അച്ഛൻ വരുന്നു, പറഞ്ഞ സമയത്തല്ല വരുന്നത്, വേറൊരു അച്ഛൻ വരുന്നു, എല്ലാം കൺഫ്യൂഷനായി. പക്ഷേ ഇതിന്റെ ടൈമിംഗ് ഇത്രയ്ക്കും ആവശ്യമുള്ള ഒരു സീനാണ്. അപ്പൊ കണ്ടിട്ട് ക്യോട്ടിക് ആണെങ്കിലും കുറെ ബൈ ഹാർട്ട് ചെയ്യാനുണ്ട്, ടൈമിംഗ് വെച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ്. What do you have to say about this performance? പേളി പറഞ്ഞ മാതിരി തന്നെ അട്ടർ കെയോസ് ആയിരുന്നു. പക്ഷെ ടൈമിംഗ് ഇല്ലെങ്കിൽ ടൈമിംഗ് ഉണ്ടായിരുന്നു. സോ അത് മനസ്സിലാക്കാനും പറ്റി. ആൻഡ് സോ ഫണ്ണി, വെരി വെരി ഫണ്ണി, സോ ക്യൂട്ട്. കൺഗ്രാറ്റുലേഷൻസ്. നീ എന്താ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരാള്? നമ്മുടെ ജഡ്ജ് നന്നായി സ്റ്റേജ്. പുതിയ സിനിമയുടെ പേരെന്താണെന്നറിയോ? സൺഡേ ഹോളിഡേ. ആ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചേച്ചിയുടെ അടുത്ത്? എനിക്ക് ചോദിക്കാനുണ്ട്. ചോദിക്കേ. ഡയറക്ടറിന്റെ പേരെന്താ? ജസ്റ്റ് ജോയ്. അടുത്തത് വേഗം ചോദിക്കും, സമയമില്ലടാ. ഇപ്പൊ എത്ര മണിയായി? എഴുന്നേറ്റ് പോടാ. ശിവശംഭോ. ഓക്കേ ബൈ, സീ യു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മളുടെ ജഡ്ജായിട്ടിരിക്കുന്ന സെലിബ്രിറ്റി ഗസ്റ്റ് എന്ന് പറയുന്ന ആള് പ്രേതം എന്ന സിനിമയിലെ പ്രേതമായിട്ട് അഭിനയിച്ച ആളായിരുന്നു. ഹൗ ഡിഡ് ഇറ്റ് ഫീൽ ടു ബി പ്രേതം? ഞാൻ ഇതുവരെ ചോദിക്കാത്തൊരു സംഭവമാണ്. പ്രേതമായിട്ട് അഭിനയിക്കാൻ പറഞ്ഞപ്പോ ഡിഡ് യു ഫസ്റ്റ് സേ യെസ് അല്ലെങ്കിൽ വേണ്ട നോ എന്നാണോ ആദ്യം പറഞ്ഞത്? അയ്യോ, കഥ കേട്ടപ്പോ ഐ ഒബ്വിയസ്ലി സെഡ് യെസ്. പക്ഷെ അതിന് മുൻപ് എന്താ തോന്നിയത് പ്രേതമായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോ? ചെറുതിലെ ആക്ച്വലി ബിക്കോസ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നോണ്ട്, ഓക്കെ, ആൻഡ് വലിയ കണ്ണുണ്ടായിരുന്നോണ്ട്, ഓക്കെ, ആ പ്രേതം എന്ന് പറഞ്ഞൊരു ചെറിയ നിക് നെയിം ഉണ്ടായിരുന്നു. ആണോ? യെസ്. യു ഓൾവേസ് ഹാഡ് ദാറ്റ് പ്രേതം എന്ന നിക് നെയിം അല്ല, ബട്ട് ആൾക്കാർ ചിലപ്പോ കാണുമ്പോ എന്റെ ഫ്യൂ ഗ്ലേസ് എന്നൊക്കെ പറയും. എനിക്കിപ്പൊ അങ്ങനെ ആലോചിച്ചു ചെറിയൊരു പേടിയാവുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ ചിലപ്പോ തോന്നുന്നു. ശരിക്കും ക്യാമറയിലേക്ക് നോക്കിയേ. അത് വേണോ? ഒന്ന് എന്നെ വിടമാട്ടെ, ആ ലുക്ക് നോക്കിക്കോളൂ. അയ്യോ, എന്തായാലും നമുക്ക് ഇനി വരാൻ പോകുന്ന ഡബ് സ്മാഷിലും ഒരു ചെറിയൊരു പ്രേതം എലമെന്റ് ഉണ്ട്. കുബേരൻ എന്ന സിനിമയിലെ ഒരു അടിപൊളി സീൻ കണ്ടിട്ട് തിരിച്ചു വരാം. പാതിരാത്രി ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓ, മൂത്രം ഒഴിക്കാൻ. അതിൽ തുടരുത്. ആരാ? എന്റെ പാപ്പ. അയാൾ വടിയെന്നാ തോന്നണേ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചല്ലോ, ഓർമ്മയുണ്ടല്ലോ? പഠിച്ചത് ഓർമ്മയുണ്ട്. ഞാൻ എന്നെ 10ാം ക്ലാസ് പാസ്സായ. ഇങ്ങോട്ട് വാടാ. ഞാൻ സമയം കുളിച്ചോളാം. ആ കുളിയല്ല, പ്രേതം. പ്രേതം എവിടെ? അവിടെ. ശബ്ദിക്കരുത്. വർഷങ്ങളായി ഞങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന പ്രേതാലയമാണിത്. ഞങ്ങളുടെ ഭാർഗവി നിലയം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഐ വാണ്ട് ബ്ലഡ്. ഈ സാധനത്തിന്റെ രക്തം കുടിക്കേണ്ട സമയമായി. ഞാൻ ഈ വേലക്കാരിയുടെ രക്തം ഊറ്റി കൊടുക്കട്ടെ ഡ്രാക്കുള? വേണ്ട ഊളേട്ട, നമ്മൾ തറവാട്ടിപ്പുറത്തെ പ്രേതങ്ങളാ. വെറും ഒരു വേലക്കാരിയുടെ രക്തം കുടിപ്പിച്ച് നമ്മുടെ കുഞ്ഞിനെ ഒരു സർവന്റ് ആക്കി മാറ്റരുത്. നമുക്ക് മുതലാളിച്ചിയുടെ രക്തം കുടിക്കാം. 1500 വർഷം പഴക്കമുള്ള ഡ്രാക്കുളയാണ് പറയുന്നത്. നാളെ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോളണം. രക്തരാഹികളായ പ്രേതാത്മാക്കളുടെ കൽപ്പന ലംഘിച്ചാൽ എങ്കിൽ തൽക്കാലം ഞങ്ങൾ ഉപദ്രവിക്കാതെ പോകുന്നു. നാളെ നിങ്ങൾ പോയില്ലെങ്കിൽ നാളെ ഞങ്ങൾ സ്ട്രോയുമായി വന്ന് നിങ്ങളുടെ തലയിൽ ഓട്ടിയിട്ട് ഞങ്ങൾ ബ്രെയിൻ ജ്യൂസ് കുടിക്കുമ്പോൾ നിങ്ങൾ പോണോ അല്ല ഞങ്ങൾ പോണോ? നമുക്ക് തിരിച്ച് പാലയിലേക്ക് പോകാം. ഞാൻ മൂവാറ്റ് വഴിക്കുള്ളൂ. 7 പാലയിലേക്ക് പോകാം. നിന്നെ ഞാൻ എടുത്തോളാം. നീ ആ കുഞ്ഞിനെടുത്താ മതി. എന്തായാലും മനുഷ്യജന്മം കൊണ്ട് നടക്കാത്ത കാര്യം പിശാചിന്റെ വേഷം കൊണ്ട് നടന്നു. നിനക്കതിന് സാധിച്ചു.
ഈ ബംഗ്ലാവിൽ ഞാൻ ഇതിനു മുമ്പ് യക്ഷയെ കണ്ടിട്ടില്ല. നമ്മള് പ്രേതങ്ങളായി ചെന്നപ്പോ എണചേരാൻ വന്നതായിരിക്കോ? ഓടവിടുന്ന്. അയ്യോ, നീ കണ്ടത് കണ്ടു, ഞങ്ങൾ ഇതിനെ വിളിച്ച് കാണിക്കണേ. മതി, ഇനി പേടിപ്പിച്ച അവര് ചത്തുപോകും. എനിക്ക് പേടിയാണെന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് ആങ്കർ ചെയ്തോളാം. വേണ്ട വേണ്ട, തുടരുത്. അയ്യോ, എന്നെ രക്ഷിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണം. ഇവരുടെ കമന്റ് ഒന്ന് അറിയണം. ഞാൻ ഒരുപാട് ചിരിച്ചു. ഓക്കെ, ആ മറ്റേ ലാസ്റ്റ് നിങ്ങൾ പേടിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് സീനില്ലേ നിങ്ങൾ എല്ലാരും ചിരിക്കുന്നത്, അത് കലക്കി. വെരി വെരി നൈസ്. താങ്ക് യു. നമ്മളിപ്പോ ചെറിയൊരു കോമ്പറ്റീഷൻ വെക്കാൻ പോവുകയാണ്. എന്താ കോമ്പറ്റീഷൻ? നിങ്ങൾ ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കൂ. ഇവിടെ ഒരു സിനിമയിൽ വരെ പ്രേതമായിട്ട് അഭിനയിച്ച ഒരു ചേച്ചിയാണ്. അതായത് നമ്മുടെ പഴയ കാലത്തെ പ്രേതമല്ല, ലേറ്റസ്റ്റ് സൽവാർ കമ്മീസ് ഇടുന്ന ഒരു കറുത്ത സൽവാർ ഇട്ടിട്ട് ആദ്യമായിട്ട് മലയാള സിനിമയിൽ വന്ന ഒരു പ്രേതമാണ് ശ്രുതി രാമചന്ദ്രൻ. അപ്പൊ ശ്രുതി, പ്ലീസ് കം ടു ദി സ്റ്റേജ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നമ്മളൊരു മാതൃകയാക്കിയിട്ട് ചേച്ചി ഡൗട്ട് ഉണ്ടെങ്കിൽ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ചേച്ചി, അത് എന്തൊക്കെയാണ്? അപ്പൊ ഒരു പ്രേതം ആവുമ്പോ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കണ്ണുരുട്ടി കാണിച്ചാൽ മതി. കണ്ണിങ്ങനെ ഉരുട്ടി. ഇനി നമ്മളുടെ ശ്വാസം വിടാൻ പറ്റാത്ത പോലെ അങ്ങനെ. ഇനി അലങ്ങി തിരിഞ്ഞ് നമ്മുടെ നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെ പോലെ നടക്കുക. മ്യൂസിക് പ്ലീസ്. പ്രേതമായിട്ട് കണ്ടിന്യൂ. ദേഷ്യത്തിൽ ശ്രുതി, യു ഓൾസോ ഡു. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. എടാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നോ. ദേഷ്യത്തിൽ ചെയ്തോളൂ. ഇറ്റ്സ് ലൈക്ക് അമ്മ പ്രേതവും കുട്ടിപ്രേതങ്ങളും. ഓക്കെ, അങ്ങനെ. ശ്രീ ശ്രീ ഈ ചേച്ചി പെട്ടെന്ന് പ്രേതമാവാൻ പോവാണ്. നിങ്ങളൊക്കെ ഈ ചേച്ചിനെ കണ്ട് പേടിക്കണം. നിങ്ങൾ രാത്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ABC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചി ഇങ്ങനെ വരികയാണ്, പ്രേതം. ഓക്കെ, ഇന്നലെ തൊട്ട് നമ്മൾക്കൊപ്പം ഉള്ള ഒരു വളരെ വിശിഷ്ടമായ ഒരു ഗസ്റ്റിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഷോയിൽ വന്നിരുന്നിട്ട് കുട്ടികളുടെ പെർഫോമൻസും കണ്ട് വെറുതെ ചിരിച്ചോണ്ടിരിക്കാന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾക്കും ചിരിക്കാൻ ഒരു അവസരം നിങ്ങൾ ഒരുക്കി തരണം. അതിനായിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു
കട്ട്റൂമിന്റെ ഒരു പുതിയ ഐറ്റംസ് ഓഫ് ദി ഇന്റീരിയർ ഡെക്കറേഷൻ ഓഫ് ദ മെഡില ഒബ്ലങ്കട്ട ദ ടാസ്ക്. ഓക്കെ, അതിനുവേണ്ടി ഐ ഇൻവൈറ്റ് ദ ജഡ്ജ് അല്ല ഓഫ് ദ സെലിബ്രിറ്റി ഓഫ് ദ പ്രേതം ഓഫ് ദ ടു ദ സ്റ്റേജ്. ഇതെന്താണെന്ന് പറയൂ. ഫിഷ് ബോളിൽ ചുറ്റും. വളരെ സിമ്പിൾ ആയിട്ട് കുട്ടി പറഞ്ഞു. ഫിഷ് ബോളിൽ ചുറ്റിട്ട് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഫിഷും വെള്ളം ഒഴിക്കാത്തതായിരിക്കും. അതാണ്. ബിക്കോസ് ഇതിലെ ഫിഷ് വരെ ചത്തുപോയി ഈ ടാസ്ക് ചെയ്തിട്ട്. മനസ്സിലായ? ആ ഫിഷിന്റെ ഓർമ്മയ്ക്ക് ഞങ്ങൾ ആ ടാസ്ക് മാത്രം ഇതിൽ ഞങ്ങൾ കുലുക്കിയിട്ടിരിക്കുകയാണ്. ആ മരിച്ചുപോയ ഫിഷിനെ മനസ്സിൽ ധ്യാനിച്ച് ഇനി ഈ ടാസ്ക് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഞാൻ സ്ഥിരം ചെയ്യാറുള്ളതാണ്. ചെയ്തില്ലെങ്കിൽ ഈ മീശ ഒട്ടിക്കേണ്ടി വരും. എന്നിട്ട് ഈ ത്രൂ ഔട്ട് ഇല്ല, വെരി സോറി, അങ്ങനെ ഞങ്ങൾ തെറ്റായ രീതിയിൽ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. ഈ മീശ വരെ നിങ്ങൾ അധ്വാനിച്ചെടുക്കണം. അതായത് ഈ ടാസ്ക് വൃത്തികേടായിട്ടോ ഞങ്ങൾ അയ്യേ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇത് അസാധുവാക്കും. അസാധു എന്ന് വെച്ചാൽ ഈ ടാസ്ക് പോയി, തെറ്റി. അപ്പം പല തരത്തിലും പല ഷേപ്പിലുള്ള മീശകളാണ് ഞങ്ങൾക്കുള്ളത്. കണ്ടോ? അയ്യോ, അങ്ങനെ ചെയ്യരുത്. 3500 രൂപയുടെ മീശയാണ്. ഓക്കെ, എന്തായാലും എടുത്തോളൂ, ടാസ്ക് എടുത്തോളൂ. കഥകളി. അതെന്റെ ടാസ്ക. കഥകളി ചെയ്യാ. എന്തായാലും വന്ന അന്ന് എന്നെ പറഞ്ഞതാണ്. ഞാൻ ചെറുപ്പം മുതലേ ജനിച്ച് വീണപ്പോ തന്നെ ഞാൻ തിത്തൈ ഞാൻ 2 വയസ്സിൽ അരങ്ങേറ്റം ചെയ്ത ആളാണെന്നൊക്കെ പറഞ്ഞത് സ്ഥിതിക്ക് നമുക്ക് കഥകളിയിലേക്ക് തന്നെ തുടങ്ങാം. ഞാൻ അവിടെ പോയിട്ട് ഒരു മാർഗംകളി കാണുന്നതായിരിക്കും. ഓക്കെ, നന്ദന വീര ധാത്രി പാലകൽ മാർക്കൂ ധർമ്മ നന്ദന വീര ധാത്രി പാലകൽ മാർക്കൂ ധർമ്മ നന്ദന വീര ധാത്രി പാലകൽ മാർക്കൂ ശർമ്മ ഉള്ളൊരു കാലേ നർമ്മങ്ങൾ വേണ്ടമല്ലോ ശർമ്മ ഉള്ളൊരു കാലേ നർമ്മങ്ങൾ വേണ്ട. സൂപ്പർ, അസൽ. സത്യം പറയാലോ, എനിക്ക് തോന്നുന്നു ഈ പാട്ട് കേട്ടപ്പോ ഇവിടെ എല്ലാവർക്കും ഒരു ആത്മീയ യാത്രയിലേക്ക് പോയതുപോലെ ഉണ്ടായിരുന്നു അകത്തേക്ക്. അല്ലെ, ഭയങ്കര ഒരു സോറി ടു ഓൾ കഥകളി ആർട്ടിസ്റ്റ്. ഐ എം സോ സോറി. എന്തിനു സോറി പറയുന്നത്? കഥകളി ഒരു ആർട്ട് ഫോം ആണ്. അത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടാണ്. വി കൻ ഓൾ ഡാൻസ്. ഇതൊരു ടാസ്ക് ആണ്. യു ഡിഡ് ഇറ്റ് ആസ് എ ടാസ്ക്. ഓക്കെ, എന്തായാലും കഥകളിയുടെ ടാസ്ക് നന്നായി ചെയ്തു. 1 മിനിറ്റിൽ കൂടുതൽ ഡാൻസ് ചെയ്തു. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പൊ പൊയ്ക്കോളൂ. താങ്ക് യു സോ മച്ച്. ഈസ്റ്റേൺ കട്ട്റൂമിന്റെ ഓരോ എപ്പിസോഡ് കാണുമ്പോഴും പലരും പല രീതിയിലാണ് ഫോൺ കോൾസ് വരുന്നത്. അയ്യോ പേളി, നിങ്ങളുടെ ഇന്നത്തെ ഡബ് സ്മാഷ് ഉണ്ടല്ലോ, ലാലേട്ടൻ പൊളിച്ചു, അവരുടെ ഇത് പൊളിച്ചു, അങ്ങനെ പറയും. ചില സമയത്ത് കട്ട്റൂമ്പ് വാർത്ത, അയ്യോ ഞങ്ങൾ ചിരിച്ച് ഒരു വഴിയായി എന്ന് പറയും. പക്ഷെ ഈ ഇടയായിട്ട് എനിക്ക് കുറെ പേര് വിളിക്കുന്നു, നിങ്ങളുടെ ആ ചാറ്റ് സെക്ഷനിൽ ഇനി അടുത്ത് ആരാ വരാൻ പോകുന്നത്, അതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ചാറ്റ് സെക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇല്ല, ആക്ച്വലി ഇതിൽ ഞങ്ങൾ ഒരു കുഞ്ഞ് കട്ട്റൂമിനെ കൊണ്ടുവരും. ഒരു പുതിയൊരു കട്ട്റൂമ്പായിരിക്കും, ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കട്ട്റൂമ്പായിരിക്കും. പക്ഷെ ആ കട്ട്റൂമിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊരു ടാലന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ കട്ട്റൂമിനെ ഞങ്ങൾ ഇങ്ങനെ അടുത്തറിയാൻ യൂസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. സോ ഇന്നും നമുക്കൊരു അടിപൊളി ഒരു ക്യൂട്ട് കട്ട്റൂം വന്നിട്ടുണ്ട്. ഓൾ ദ വേ ഫ്രം ഷാർജയിൽ നിന്ന് ട്രെയിൻ കയറി വന്ന ആളാണ്. ഞാൻ ചോദിച്ചപ്പോൾ എങ്ങനെ വന്ന്, ട്രെയിനിൽ വന്നു എന്ന്. അപ്പം ട്രെയിൻ കയറി എങ്ങനെ എത്തിയെന്നൊക്കെ ചോദിക്കാനുണ്ട്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് വൈഷ്ണവി പണിക്കർ. Baha kiliki pipi filifi jivla kroiki unodu no muo chao damba bugo kiliki Baha kiliki pipi filifi jivla kroiki unodu no muo chao damba bugo kiliki Zabaha muwa mruk sabaha Kimaro maro maro Kimaro maro maro
കിളിക്ക് മാറോ 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 കിളിക്ക് മാറോ 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 കിളിക്ക് മാറോ 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 കിളിക്ക് സ്തോത്രം അടുക്ക ഇരിക്കി ആ സ്റ്റെപ്പ് ഒന്ന് പിടിപ്പിച്ചു തരൂ. ആ കുലുക്കി. ഇതെന്ത് സ്റ്റെപ്പാണിത്? കുഞ്ഞുങ്ങളായി ഇങ്ങനെ ബോർ സ്റ്റെപ്പ് കാണിക്കണം ഒരു നിർബന്ധമില്ല. എന്തായാലും നല്ല സ്റ്റെപ്പായിരുന്നു. എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ആ തലയിൽ ആ പൂക്കളും ആ എന്താ ബട്ടർഫ്ലൈ ആണോ? ഷോ ഒന്ന് എനിക്കിതെന്താ ഇത് നെറ്റിയിൽ എന്താ ഒരു പുള്ളി? ബ്യൂട്ടി മാർക്കോ? ഇത് ISA മാർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഈ കുട്ടികൾക്കായിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ഒരു മാർക്കാണോ ഈ ബ്യൂട്ടി മാർക്ക്? ഇതാരാ ഈ ബ്യൂട്ടി മാർക്ക് ഇട്ട് തന്നത്? അമ്മേ. അമ്മയുടെ പേരെന്താണ്? സീമ. അച്ഛന്റെ പേരെന്താണ്? അനിലാണ് എന്റെ പേര്. അനിൽ. ഓക്കെ, അതാരാണ് അനിൽ സാറിന്റെ അടുത്തിരിക്കുന്നത്? വൈഷ്ണവിയുടെ ആന്റിയാണ്. വൈഷ്ണവിയുടെ ആന്റിയുടെ പേരെന്താണ്? അമ്പിളി. അയ്യടാ, സോ സ്വീറ്റ്. അതാരാണ് ലാസ്റ്റ് ഇരിക്കുന്നത്? വൈഷ്ണവിയുടെ സിസ്റ്റർ ആണ്. സ്നേഹ. ഷോ, അപ്പൊ എല്ലാരും വന്നു. വൈഷ്ണവി എവിടെന്നാ വന്നിരിക്കുന്നത്? തൃപ്പനത്തറയില്. എന്താന്ന്? തൃപ്പനത്തറ. അപ്പൊ ഞാൻ കേട്ടത് ഷാർജ എന്നാണെന്നാണല്ലോ. ചുമ്മാ പറഞ്ഞതാ? എവിടെയാ സ്കൂൾ? എവിടെയാ? അതല്ലേ ഞാൻ ചോദിച്ചത്. വൈഷ്ണവിയുടെ ഒച്ച നല്ല ഒച്ചയാണല്ലോ. ഈ ഒച്ച വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പാട്ട് പാടാൻ പറ്റുമോ? പാട്ട് പാടാൻ പറ്റുമോ? സീരിയസ്ലി വൈഷ്ണവി പാടുവോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു പാട്ട് കേട്ടാലോ? പ്ലീസ്, മ്യൂസിക് പ്ലീസ്. சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை இந்த பூமி செத்து வர ஆசை சின்ன ஆசை சிறகடிக்கும் ஆசை. ഡാൻസ് ചെയ്യാം. നമ്മുടെ സ്ഥിരം സ്റ്റെപ്പ്. மல்லிகை பூவாய் மாறிவிட ஆசை ட்ரெண்டலை கண்டு மாலையிட ஆசை மேகங்களெல்லாம் தொட்டுவிட ஆசை சோகங்களெல்லாம் விட்டுவிட ஆசை கெத்திவிட ஆசை दिल है छोटा सा छोटी सी आशा मस्ती भरे मन को बोली सी आशा चांद तारों को छूने की आशा आसमानों में उड़ने की आशा चिन्न चिन्न आशा चिन्न धनी आशा मुत्तु मुत्तु आशा मुद्यमंत आशा जाबिलिनी दागी मुत्तुलिडू आशा వెన్నెలకు తోడై ఈ ఆడుకుని ఆశా లాల 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 ఆ ఆ സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് നിന്നെ തിന്നാൻ തോന്നുന്നു. അയ്യോ ആന്റി ആട്ടിയാ? എന്നെ ആട്ടിന്ന് വിളിക്കരുത്. അതെ, എന്നെ നീ പേളിന്ന് വേണമെങ്കിലും വിളിച്ചോളൂ, പക്ഷെ ആട്ടിന്ന് വിളിക്കരുത്. ചേച്ചി വിളിച്ചോളൂ. ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി വിളിച്ചോളൂ. പേളി ആന്റി
സാരല്ല. എത്ര വയസ്സാന്ന് പറഞ്ഞത്? 4 years. ആ അതൊക്കെ കുഴപ്പമില്ല. 4 years. 5 കഴിഞ്ഞിട്ടുള്ളവരാണ് എന്നെ ചേച്ചി വിളിക്കേണ്ടത്. അതൊക്കെ എത്രയോ പഴയ കുഞ്ഞു പിള്ളേര്. ഇറ്റ്സ് ഓക്കെ. എന്നെ അമ്മൂമ്മന്ന് വിളിക്കാണ്ടിരുന്നാൽ മതി. ഓക്കെ. സോ യു ഹാവ് സംതിങ് ടു ടെൽ. ഹൗ വാസ് ദി ഹർ പെർഫോമൻസ്? ആരും വൈഷ്ണവി പാട്ട് പഠിപ്പിച്ചെന്നേ? ഞാൻ കേട്ടപ്പോ അമ്മ എനിക്ക് ഇച്ചിരി തിരുത്തി തന്നു. തിരുത്തി തന്നു. അമ്മ ഇച്ചിരി മറന്നു പോകുമ്പോ ഞാൻ അമ്മേനെ അയ്യോ, ഈ മമ്മിയുടെ ഒരു കാര്യം. മമ്മിയാണ് മറക്കുന്നത്. വാട്ട് ഇസ് ദിസ് മമ്മി? നോട്ടി മമ്മി. ഇവളുടെ മെമ്മറി കണ്ടില്ലേ? എന്തൊരു മെമ്മറിയാണ് വൈഷ്കുട്ടിക്ക്. ഹിന്ദി പാടി, തമിഴ് പാടി, അവസാനം എന്താ പാടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിന്ന ചിന്ന ആസാം എന്ന് പറഞ്ഞില്ലേ? ഈ ആസാമിൽ പോയ തെലുഗു. അത് തെലുഗുവായിരുന്നു. 3 ഭാഷയിൽ പാടിയിരുന്നോ? 3 ഭാഷയിൽ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് യു ഷുഡ് ഓൾസോ പ്ലീസ് കം ടു ദ സ്റ്റേജ് വിത്ത് ദ മൈക്ക്. ഓക്കെ, കം ഓൺ. നന്നായിരുന്നു വൈഷ്ണവി. വൈഷ്ണവി, താങ്ക് യു. സോ ക്യൂട്ട്. ഐ തിങ്ക് എനിക്ക് വൈഷ്ണവീനെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തരുമോ? അപ്പൊ നമുക്ക് അച്ഛനെ അമ്മേനെയൊക്കെ ഒന്ന് വിളിച്ചാലോ? അവരൊക്കെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ബ്രിങ്ങിങ് ഇങ്ങനത്തെ ഒരു ക്യൂട്ടി പൈനെ ടു അവർ കട്ടുറുമ്പ് ഷോ. കട്ടുറുമ്പിൽ ഇനി മധുരം കൂടി ആക്ച്വലി ഇവളുടെ വരവിലൂടെ. ആൻഡ് ഐ തിങ്ക് ചിന്ന ചിന്ന ആസൈ വാസ് ദ സ്വീറ്റസ്റ്റ് വേർഷൻ ദാറ്റ് വി ഹേർഡ് ടുഡേ. ഇതുവരെ ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ചിന്ന ചിന്ന ആസൈ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ഇനിയും കേൾക്കണം തോന്നുന്നു. ഐ തിങ്ക് ഈ എപ്പിസോഡിൽ ഇത് മാത്രം ഞാൻ കട്ട് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കും. താങ്ക് യു ടു ഫ്ലവേഴ്സ് ചാനൽ ടു ഗിവ് ഹർ ആൻ ഓപ്പർച്യൂണിറ്റി. ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഐ തിങ്ക് ഞങ്ങൾക്കാണ്. വി ആർ ദ വൺസ് ഹു ഫീലിംഗ് ഓണർഡ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഗിഫ്റ്റ് ഇഷ്ടമായോ? അപ്പൊ എന്തായാലും വൈഷ്ണവി താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. പിന്നെയും വരണം. പ്രോമിസ്? Promise. Okay. അപ്പം എന്തായാലും this is all of us signing off from Eastern Katturumbu Kurthakeda Unlimited, co-powered by Sumix Kidswear. दम मिटी जाए गम, बोलो शुभ शाम. हरे कृष्णा हरे राम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम. दम हरे दम मिटी जाए गम, बोलो शुभ शाम. हरे कृष्णा हरे राम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम, राम. टू टर टर टिट टू, हे टर टर ट ट ट ट. दुनिया ने हमको दिया क्या, दुनिया से हमने लिया क्या, हम सबकी परवाह करें क्यों, सबने हमारा किया क्या. दुनिया ने हमको दिया क्या, दुनिया से हमने लिया क्या, हम सबकी परवाह करें क्यों, सबने हमारा किया क्या. दम मर दम मिटी जाए गम, बोलो शुभ शाम. हरे कृष्णा हरे राम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम. ഹരിതമനോജ്ഞമാം പൂക്കണം കോട്ടി. എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ UDC എന്ന് വിളിക്കില്ലെന്ന്. എല്ലാവരും UDC അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? നല്ല എക്സ്പ്രഷൻസ് ഉണ്ട്. ശരിക്കും
ശരിക്കും മലയാളം പറയുന്നു. എങ്കിലും ചന്ദ്രിക ലോകമല്ലേ പങ്കില മാനസർ കാണുകില്ലേ. ഒന്നും മുത്തശ്ശി പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ഈ ഉണങ്ങി ചുരുണ്ട ഒരു 4 വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അതേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമഞ്ചി. എനിക്ക് സാറിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്.